Good morning. Okay, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ട്രയേഡ്സ് അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. ജസ്റ്റ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞിരുന്നത് അത് കംപ്ലീറ്റ് ആയില്ലായിരുന്നോ? സെക്യൂരിറ്റി ഡ്യൂട്ടീസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ട്രയേഡ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ ട്രയേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? പ്രോസസ് ആണ് അല്ലെ? പേഷ്യൻസിനെ അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അവർക്ക് എങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി അവരെ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആരൊക്കെയാണ്, കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആരൊക്കെയാണ് എന്ന രീതിയിൽ അവരെ സോർട്ട് ചെയ്യുന്നതാണ് ശരിക്കും ട്രയേഡ് പ്രക്രിയ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, triage is the process of sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such care. അതായത് ഇവിടെ triage എന്ന് പറയുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. triage ചോദിക്കാറുണ്ട്. triage എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് സോർട്ടിംഗ് പീപ്പിൾ. ആളുകൾ എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. ബേസ്ഡ് ഓൺ ദെയർ റിക്വയർമെന്റ് ഫോർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു സോർട്ടിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആളുകളെ പേഷ്യൻസിനെ തരംതിരിക്കുന്നത്. compared to their chance of benefiting from such care. അതായത് ആ ഒരു പരിചരണം കൊടുത്താൽ അവർക്ക് എത്രത്തോളം അതിൽ നിന്ന് പ്രയോജനം ലഭിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് കമ്പയർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ആർക്കൊക്കെയാണോ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആവശ്യമായി വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അതിനനുസരിച്ചാണ് നമുക്ക് അവർക്ക് വരുന്നത്. ഒരു 5 പേര് വരെയാണ് ഒരുമിച്ച് അറ്റേ ടൈമിൽ 5 പേരുടെ ആക്സിഡന്റിൽ സംഭവിച്ചു വരുമ്പോൾ ആ 5 പേരിൽ നിന്നോ അവർക്ക്, അതായത് ഏറ്റവും ഇമ്മീഡിയറ്റ് കെയർ ആവശ്യമായിട്ടുള്ളവർ ആരാണോ അവർക്ക് നമ്മൾ ഈ കൊടുക്കുന്ന പരിചരണം എത്രത്തോളം പ്രയോജനകരമാണ്, എത്രത്തോളം അത് ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കമ്പയർ ചെയ്ത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ കെയർ കൊടുക്കേണ്ട ഓരോ വ്യക്തികളെയും നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ 5 പേരിൽ ആർക്ക് ആദ്യം നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം, അതിനുശേഷം ആർക്ക് കൊടുക്കണം. അങ്ങനെ പേഷ്യൻസിനെ തരംതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ട്രയേജ് ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലെ? നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളല്ലേ, അതുകൊണ്ടാണ് കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ആവശ്യം ഉണ്ടാവില്ല. Then okay, triage is done in emergency rooms, disasters and wars when limited medical resources must be allotted to enhance the numbers of survivors. എന്താണ് ഈ ഒരു ട്രയേജ് എന്ന് പറയുന്നത്? നിങ്ങൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പഠിച്ചു കാണും അല്ലേ? ട്രയേജിന്റെ പ്രക്രിയ അവിടെ ആദ്യമായിട്ട് പഠിച്ചത് അവിടെ ആയിരിക്കും. അതാണ് എമർജൻസി റൂമുകളിൽ നമ്മൾ ഈ ഒരു ട്രയേജ് പ്രക്രിയ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ഡിസാസ്റ്റർ വരുമ്പോ അല്ലെങ്കിൽ ഒരു വാർ, ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ വരുമ്പോ ഒരുപാട് പേര് അറ്റ് എ ടൈം ആ ഒരു എന്താണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ട്രയേജ് പ്രക്രിയ വളരെ അത്യാവശ്യമാണ്. അതിനനുസരിച്ച് അതായത് അവിടുത്തെ ലിമിറ്റഡ്, ഇപ്പൊ ഒരു എമർജൻസി റൂമിൽ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ആ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ഒരുപാട് പേര് അതിൽ ഉൾപ്പെടുന്നുണ്ടാവും അല്ലെ? ഒരുപാട് പേർക്ക് പരിക്ക് പറ്റാം. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പരിക്ക് പറ്റി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരേപോലെയുള്ള ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് അതിനനുസരിച്ചുള്ള സൗകര്യമൊന്നും ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. കാരണം അവിടുത്തെ റിസോഴ്സുകൾ പരിമിതമായിരിക്കും അല്ലെ? ഇപ്പൊ ഒരു സ്റ്റാഫുകളാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സ്റ്റാഫുകളല്ലേ മാക്സിമം നമുക്ക് അവിടെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോരുത്തർക്ക് വേണ്ടി ഓരോരുത്തരെ വെക്കാമെന്ന് നമുക്ക് ആ ഒരു ലിമിറ്റഡ് റിസോഴ്സ് ആണ്, ഒരു പരിമിതമായിട്ടുള്ള
റിസോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പരിമിതമായിട്ടുള്ള വിഭവങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് അലോട്ട് ടു എൻഹാൻസ് ദ നമ്പർ ഓഫ് സർവൈവേഴ്സ്, അതിജീവിക്കുന്നവരാളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് റിസോഴ്സേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ പരിമിതമായിട്ടുള്ള ഒരു വിഭവങ്ങളെ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് മാക്സിമം ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സർവൈവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിജീവിക്കാനായിട്ടുള്ള സഹായങ്ങൾ നൽകണം. അപ്പൊ അതിനു വേണ്ടി ഈ ട്രയേജ് പ്രക്രിയ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ട ആളുകൾ ആരാണോ അവരെ പ്രയോറിറ്റൈസ് ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ, അതായത് കെയർ കൊടുക്കേണ്ട ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള പരിചരണമാണ് ഈ ട്രയേജ് പ്രക്രിയയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ട്രയേജ് എന്ന് പറയുന്ന പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ക്ലിയർ ആണോ? എന്താണ് ട്രയേജ് എന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ട്രയേജില് ഓരോരോ വ്യക്തികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. പ്രധാനമായിട്ടും 4 കാറ്റഗറിയിലാണ് നമ്മൾ ഓരോ വ്യക്തികളെയും ഉൾപ്പെടുത്തുന്നത്. ആ ട്രയേജ് പ്രോസസ്സിലെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ കാറ്റഗറിയിലും വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ്, ഏതൊക്കെ തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഡിസീസ് ഉള്ളവർ, ഏത് മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരാണ്, അതാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തത് കാറ്റഗറി 1. അതില് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, ഏറ്റവും ഉടനടി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആളുകളെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുത്തുക. അപ്രോക്സിമേറ്റ്ലി 20%. ഒരു 100% ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 20% ആളുകൾക്കായിരിക്കും ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരുള്ളൂ. അല്ലാതെ എല്ലാവർക്കും അവിടെ വരുന്ന മാക്സിമം ആളുകൾക്കും അത്രയും ഇമ്മീഡിയറ്റ് കെയർ ചിലപ്പോൾ ആവശ്യമായിട്ട് വരാറില്ല. എന്നാലും ഒരു 20% ആയിരിക്കും മിക്കവാറും ആ ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ട ആളുകൾ. ആ ഒരു 20% നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കണ്ടെത്തണം അല്ലെ. അതാണ് പ്രയോറിറ്റി 1 കൊടുക്കുന്നത്. ആർക്കാണ്? ഈ കാറ്റഗറി 1 വ്യക്തികൾക്ക് പ്രയോറിറ്റി 1 കൊടുക്കുന്നു. മുൻഗണന 1 എന്ന നിലയിൽ നമ്മൾ ആരൊക്കെയാ? സിവിയർ ബ്ലീഡിങ്സ്, ഒരുപാട്, അതായത് ചിലപ്പോൾ എന്തെങ്കിലും വലിയ രീതിയിലുള്ള മുറിവുകളോ കാര്യങ്ങളോ വന്ന് നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഉള്ള ആളുകൾ അല്ലെ. ബ്ലീഡിംഗ് വന്ന് നമുക്കറിയാലോ, ഒരുപാട് രക്തം പോകും. അപ്പൊ അതിനനുസരിച്ച് ബ്ലഡ് ലോസ് ആകുന്നതിനനുസരിച്ച് മരണം വരെയും സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് ബ്ലീഡിംഗ് വന്നിട്ടുള്ള ആളുകളെ നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രയോറിറ്റി 1 അല്ലെങ്കിൽ കാറ്റഗറി 1 ഉൾപ്പെടുത്തുക. രണ്ടാമത്തത് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വസനനാളത്തില് എന്തെങ്കിലും തടസ്സം അനുഭവപ്പെട്ടാൽ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അതെന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടാല്, ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ വായിലൊക്കെ പോവാറില്ലേ, ഇപ്പൊ അവരുടെ എന്താണ് ശ്വസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോയിനുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവാറില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതുപോലെ ബ്രീതിങ്ങിന് ഡിഫിക്കൽട്ടി വരാം. അല്ല എങ്കിൽ ഇതുപോലെ ഒരു ഡിസാസ്റ്ററിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളോ അത് ചിലപ്പോൾ എന്തെങ്കിലും പരിക്കുകളുടെ ഭാഗമായിട്ട് ആവാം, അവർക്കൊരു തടസ്സം അനുഭവപ്പെടുകയാണെങ്കിൽ അവരെയും നമ്മൾ ആ ഒരു കാറ്റഗറി 1 ഉൾപ്പെടുത്തുക. മൂന്നാമത്തത് ന്യൂമോതൊറാക്സ്. എന്താണ് ന്യൂമോതൊറാക്സ്? പഠിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ടേം അല്ലെ. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലങ് ഇഞ്ചുറി മൂലം നമ്മുടെ ലങ്സിനൊക്കെ ഇഞ്ചുറി ഉണ്ടാവുമ്പോ, അതെ, അതായത് എന്താണ്, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ എയർ ലീക്ക് ആവുന്ന ഒരു കണ്ടീഷനാണ് അല്ലെ. അപ്പൊ എയർ ലീക്ക് ആവുന്ന ഒരു കണ്ടീഷനാണ് ന്യൂമോതൊറാക്സ്. ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ എയർ അല്ലായിരുന്നോ? ന്യൂമോതൊറാക്സ് എന്ന് പറയുമ്പോൾ അവിടെ എയർ ലീക്ക് ആവുന്നതാണ്. ഹീമോതൊറാക്സ് എന്ന് പറയുമ്പോൾ അവിടെ ബ്ലഡ് ആണ് ആ ഒരു ക്യാവിറ്റിയിലേക്ക് ഫിൽ ചെയ്യപ്പെടുന്നത്, ബ്ലഡ് ആണ് ലീക്ക് ആവുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അത് 2 വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഒരെണ്ണം എയർ ലീക്ക് ആവുന്നതാണെങ്കിൽ മറ്റൊരെണ്ണം ബ്ലഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ, ന്യൂമോ ആൻഡ് ഹീമോ എന്നുള്ള പേരിൽ നിന്ന് തന്നെ. ദെൻ ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഹൈപ്പോവോളമിക് ഷോക്ക്? ഇതൊരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ആണ് കേട്ടോ. ഹൈപ്പോവോളമിക് വോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. അതെ, ഒരുപാട് ബ്ലഡ് ലോസ് ആവുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് ബ്ലഡ് ലോസ് ആവുകയും നമ്മുടെ ബോഡിയിലെ ബ്ലഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഒക്കെ ഒരുപാട് ലോസ് ആവുന്ന അല്ലെങ്കിൽ നഷ്ടമാകുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മുടെ ഹാർട്ടിന് ഇപ്പൊ ബ്ലഡ് ആണ് ഒരുപാട് നഷ്ടമാവുന്നതെങ്കിൽ പിന്നെ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് ഹാർട്ടിന് ബ്ലഡ് ഉണ്ടാവാത്തൊരവസ്ഥ വരും. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. അതൊരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ദെൻ എക്സ്ട്രീമിറ്റി സിവിയർലി ഇഞ്ചേർഡ്, വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയ ആളുകൾ. ഫേഷ്യൽ ബേൺസ്, മുഖത്ത് അല്ലെ, നമ്മുടെ ഫേഷ്യൽ അല്ലെങ്കിൽ മുഖവുമായി ബന്ധപ്പെട്ട
ബേൺസ് പൊള്ളലുകളേറ്റ ആളുകൾ. ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടില് ഇപ്പൊ എന്തൊക്കെ വരാം? നോസോ, നീസൽ ക്യാവിറ്റിയോ, മൗത്തോ, ത്രോട്ടോ, വോയിസ് ബോക്സോ, സൈനസസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ബേൺസ് അല്ലെങ്കിൽ പൊള്ളലുകൾ വന്ന ആളുകളെയും നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്? ഇങ്ങനെയുള്ളവർക്ക് ഇതിൽ ഇന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ എന്താണ് സിവിയർ ബ്ലീഡിങ് അല്ലെങ്കിൽ ഹൈപ്പോകൊളമിക് ഷോക്ക് എന്നൊന്നും ചോദിക്കില്ല. ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിലാണ് വേണ്ടത്, അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം കാറ്റഗറി 1ലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ജസ്റ്റ് അത് ആ ഒരു കാറ്റഗറിയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. രണ്ടാമത്തത് ഡിലേഡ് ട്രീറ്റ്മെന്റ്. അപ്രോക്സിമേറ്റ്ലി 40%, ഇപ്പൊ 40% ആളുകൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ടാവില്ല. ഡിലേഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കും, അതായത് കുറച്ച് വൈകി കൊടുത്താൽ മതി. സാവകാശം, നമുക്കൊരു സാവകാശം കിട്ടുന്നുണ്ട് അവിടെ, അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ആവശ്യമില്ലാത്തത്. അപ്പൊ അവർക്ക് നമ്മൾ പ്രയോറിറ്റി 2 ആക്കി വെക്കുകയാണ്. രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ മുൻഗണന കാറ്റഗറി 2 ആയിട്ടാണ് വെക്കുന്നത്. ഫ്രാക്ചേഴ്സ്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വീണ് ഫ്രാക്ചേഴ്സ് വന്നവർ അല്ലെ, ഫ്രാക്ചറുകൾ വന്നവരാവാം. ഡിസ്ലൊക്കേഷൻസ്, ഇപ്പൊ തെന്നി മാറി സ്ഥാനം പ്ലേസ് മാറിപ്പോവുക. ഇപ്പൊ നമ്മുടെ പുഴ തെറ്റുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, മലയാളത്തിൽ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പൊ കാലിന്റെയോ കൈയുടെയോ ഒക്കെ സ്ഥാനം, അതൊരു ആ ഒരു പുഴ തെറ്റിപ്പോവുക അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് മാറിപ്പോവുക, ഡിസ്ലൊക്കേഷൻ. ദെൻ അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ, thorax, urinogenital tract, skull, brain, 2 and 3 degree burns. ഇവിടെ എന്തൊക്കെ വരാം? ഇഞ്ചുറികൾ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അബ്ഡോമനുമായി ബന്ധപ്പെട്ടോ തൊറാക്സുമായി ബന്ധപ്പെട്ടോ യൂറിനോജെനിറ്റൽ ട്രാക്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്കള്ളോ ബ്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഇഞ്ചുറികൾ നമുക്ക് അധികം ഇമ്പോർട്ടന്റ് അല്ലാതെ വളരെ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിലാണ് എടുക്കുക. അല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള നമുക്കൊരു മീഡിയം ലെവലിലുള്ള ഒരു ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ അത് ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്, പ്രയോറിറ്റി 2ലാണ് കൊടുക്കുക. 2 and 3 degree burns, അതായത് അധികം വലിയ രീതിയിലുള്ള ഇപ്പൊ ഫേഷ്യൽ ബേൺസ് പോലെയുള്ള രീതിയിലുള്ള ബേൺസോ കാര്യങ്ങളോ ഇല്ല, അതൊരു സൂപ്പർഫിഷ്യൽ പോലെ നമുക്ക് യൂറിനോജെനിറ്റൽ ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിൽ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്കോ കാര്യങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ പരിക്കുകൾ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ വരുമ്പോ അങ്ങനത്തെ. അപ്പൊ നോക്കി 2 and അതെ യൂറിനറി റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം അതിൽ ഉൾപ്പെടും കേട്ടോ. അപ്പൊ നോക്കി 2 and 3 degree burns എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള പൊള്ളലുകളല്ല, ഫേഷ്യൽ ബേൺസ് പോലെയുള്ളതോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് മുതലായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് നമ്മുടെ ചെസ്റ്റിന് മുകളിലിട്ടുള്ള ഭാഗത്തേക്കുള്ള പൊള്ളലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷമുള്ളതൊക്കെ നമുക്ക് അത്രയും അധികം സിവിയറിറ്റി വരുന്ന കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെയുള്ള അതായത് ഇന്ന് ഡീപ്പായിട്ട് അത്രയും അധികം ഒരു ബേൺസ് ഇല്ലാത്ത 2 and 3 degree ബേൺസ് ഒക്കെ നമ്മുടെ ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. നമുക്കൊരു സാവകാശം കിട്ടും ആ ട്രീറ്റ്മെന്റ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമില്ലാത്തതാണെങ്കിൽ സ്കള്ളും ബ്രെയിനും ഒക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ രീതിയിലുള്ള പരിക്കല്ല കേട്ടോ പറയുന്നത്. നമുക്കൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പരിക്കുകൾ ഉണ്ടാവുമല്ലോ. എക്സ്ട്രീംലി സിവിയർ ഇഞ്ചുറി, ഇപ്പൊ ഒരു ബൈക്ക് ആക്സിഡന്റോ അങ്ങനെയുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ വന്ന് വലിയ രീതിയിലുള്ള പരിക്ക് വന്നാൽ നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് കൊടുക്കണം? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് വരിക. അപ്പൊ അത് പ്രയോറിറ്റി 1ൽ തന്നെ കൊടുക്കും. അതേസമയം അല്ലാത്ത രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ അത്ര വലിയ രീതിയിൽ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ കാറ്റഗറി 2ലാണ് കൊടുക്കുന്നത്. ഡിലേഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കും ചെയ്യുക. അപ്പൊ പ്രയോറിറ്റി 2 ആണ്, ആ ഒരു ലിസ്റ്റിലാണ് അത് ഉൾപ്പെടുക. ക്ലിയർ ആണോ? കാറ്റഗറി 2. ഓക്കെ. കാറ്റഗറി 3യിൽ വരുന്നത് മിനിമം ട്രീറ്റ്മെന്റ്. അപ്രോക്സിമേറ്റ്ലി 40%, 40% ആളുകൾക്ക് മിനിമൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും ആവശ്യം. അത് പ്രയോറിറ്റി 3 അല്ലെങ്കിൽ മുൻഗണന 3 എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുക. മൈനർ വോൺസ്, ചെറിയ മുറിവുകളാവാം. സ്മോൾ ഫ്രാക്ചേഴ്സ്, ചെറിയ രീതിയിലുള്ള ഫ്രാക്ചർ അല്ലെങ്കിൽ ഒടിവുകളോ കാര്യങ്ങളോ ആവാം. സ്പ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലൊക്കെ ഉൾക്കാറില്ലേ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുടെ ചെറിയ രീതിയിലുള്ളത്, വലിയ രീതിയിലുള്ളതല്ല, ചെറിയ രീതിയിലുള്ള ഉൾപ്പുകളോ ചെറിയ രീതിയിലുള്ള ഒടിവുകളോ ചെറിയ രീതിയിലുള്ള മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുന്നത് മിനിമൽ ട്രീറ്റ്മെന്റ് ആണ്. വലിയ രീതിയിലുള്ള വലിയ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പ്രയോറിറ്റി 3 അല്ലെങ്കിൽ കാറ്റഗറി 3യിലാണ് ഉൾപ്പെടുത്തുക. ക്ലിയർ ആണല്ലോ? നാലാമത്തതാണ് കാറ്റഗറി 4.
എക്സ്പെക്റ്റഡ് ട്രീറ്റ്മെന്റ്, അതായത് പ്രതീക്ഷിക്കുന്ന ചികിത്സ. അപ്പൊ നമ്മൾ എത്ര ചികിത്സ കൊടുത്താലും ചിലപ്പോ ഡെഡ് ഓർ ഇൻജേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. അപ്പൊ നമ്മൾ ഒരു എക്സ്പെക്ട്, നമ്മൾ പ്രതീക്ഷിക്കാം, നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാം. അതെ, സർവൈവലിന് സാധ്യത ഇല്ലാത്ത ആളുകളാണ് കാറ്റഗറി 4. നമുക്കറിയാം അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പരിക്കുകളോ കാര്യങ്ങളോ അവർക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ എത്ര ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താലും ഒരു സർവൈവൽ അല്ലെങ്കിൽ അതിൽ നിന്നും അതിജീവിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് കാറ്റഗറി 4 ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആണോ? ആ കാറ്റഗറി 1, 2, 3, 4 ഏതൊക്കെ ആളുകളാണ്? കാറ്റഗറി 1 ഏതാണെന്ന് നോക്കണം, 2 ഏതാണെന്ന് നോക്കണം, 3 ഏതാണ്, 4 ഏതാണ്, അതിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളും മനസ്സിലാക്കി വെക്കണം. കേട്ടോ? ക്ലിയർ ആണോ? അത് ഇപ്പൊ അതൊന്നും ക്വസ്റ്റ്യൻ വരാനുള്ള ഇതായതുകൊണ്ടാണ് മിസ് പിന്നെയും പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തതാണ് ടാഗിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓരോ പ്രയോറിറ്റിക്ക് അനുസരിച്ച് പേഷ്യൻസിനെ ടാഗ് ചെയ്യും. അതായത് ഒരു ഡിസാസ്റ്റർ നടക്കുന്ന ഒരു ഇടമാണെങ്കിൽ ആ ഡിസാസ്റ്റർ നടക്കുന്നിടത്ത് നിന്നും ഓരോ പേഷ്യൻസിനെയും അവിടെ നിന്ന് റിമൂവ് ചെയ്യണം, അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകുമ്പോ ഇപ്പൊ ഓരോ ടാഗ് കൊടുത്താണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു ടാഗിന് ഓരോ കളറുകളും കൊടുക്കും. അതവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ്, മുൻഗണന കൊടുത്ത് ആ ഓരോ പേഷ്യൻസിനെയും ആ ഒരു ഡിസാസ്റ്റർ സൈറ്റിൽ നിന്നും മാറ്റുമ്പോൾ ഈ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച്, അവരുടെ അവസ്ഥ അനുസരിച്ച് ആ പേഷ്യൻസിന് ഓരോരോ ടാഗുകൾ നൽകും. അതിൽ 4 ടാഗാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തത് ക്രിട്ടിക്കൽ പേഷ്യൻസ്, അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, അല്ലെ? ക്രിട്ടിക്കൽ പേഷ്യൻസിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അവർക്ക് ഇടുന്ന ടാഗിന്റെ കളർ ഏതാ? റെഡ് ടാഗാണ് കേട്ടോ. അപ്പൊ ആ ടാഗ് ഏതാന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. റെഡ് ടാഗാണ്. അപ്പൊ അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ആർക്കാണ്? ക്രിട്ടിക്കൽ പേഷ്യൻസിനാണ്. അവർക്ക് റെഡ് ടാഗ് ആയിരിക്കും ഇടുക. രണ്ടാമത്തത് അർജന്റ് പേഷ്യൻസ്, അതായത് ക്രിട്ടിക്കൽ അല്ല എന്നാൽ പോലും ഇത്തിരി അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നു. അവർ ഏതാണ്? അതെ, ഡിലൈഡ് ആയിട്ടാണ്. എന്നാലും നമ്മൾ അത്യാവശ്യം നമ്മൾ ഇത്രയും വേഗം തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ യെല്ലോ ടാഗ് ആണ് അവർക്ക് കൊടുക്കുക. അപ്പൊ ആ ടാഗിന്റെ കളർ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ, റെഡ് ടാഗ്. ഇനി ഇതുപോലെ നമ്മൾ കോഡ് പഠിക്കുന്നുണ്ട്. കോഡ് പഠിക്കുമ്പോഴും ഇതേപോലെ ഓരോ കളറുകൾ പഠിക്കും. അപ്പോഴും മാറിപ്പോവാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കളറുകൾ കൃത്യമായിട്ട് എന്തിന്, ആർക്ക് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. റെഡ് ടാഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആണ്. അതാർക്കാണ്? ക്രിട്ടിക്കൽ പേഷ്യൻസിനാണ്. അർജന്റ് പേഷ്യൻസിന് ഏതാണ്? സെക്കൻഡ് പ്രയോറിറ്റി ആണ്. അവർക്ക് യെല്ലോ ടാഗ് ആണ് കൊടുക്കുക. വാക്കിംഗ് ബൗണ്ടഡ്, അതായത് ഇപ്പൊ മുറിവുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നടക്കാനും കാര്യങ്ങൾ, അതായത് മൈനർ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയ ആളുകൾ, അല്ലെ? ഏതാണ്? കാറ്റഗറിയുമായി ബന്ധപ്പെട്ടോ? കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി, നിങ്ങൾ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടും ഇത് വരുന്നുണ്ട്. നോക്കി, നമ്മൾ കാറ്റഗറി 1 വരുമ്പോ ക്രിട്ടിക്കൽ പേഷ്യൻസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ റെഡ് ടാഗ് കൊടുക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയാലും അത് കേട്ടോ, അങ്ങനെ വിചാരിച്ചാലും ഒക്കെ തന്നെയാണ്. അപ്പൊ അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രം. കാരണം കാറ്റഗറി 1 അത് വേറെ സെക്ഷനുകളായിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. മറ്റത് നമ്മള് എന്താണ് ട്രേഡുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഇത് ടാഗിങ് എന്താന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഒരുമിച്ച് കൊടുക്കാത്തത് കേട്ടോ. അപ്പൊ അവർക്ക് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആവുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അവർക്ക് റെഡ് ടാഗ് കൊടുക്കുന്നു, അങ്ങനെ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. രണ്ടാമത് ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. അർജന്റ് പേഷ്യൻസ് ആണ്, എന്നാൽ പോലും അർജന്റ് പേഷ്യൻസ് ആണല്ലോ അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഏത് ടാഗാ? യെല്ലോ ടാഗാ കൊടുക്കുന്നത്, അല്ലെ? മൂന്നാമത്തത് മിനിമൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത്, അതാണ് വാക്കിംഗ് ബൗണ്ടഡ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് അധികം വലിയ രീതിയിലുള്ള മുറിവില്ല, മുറിവേറ്റിട്ട് നടക്കുന്ന ആളുകൾ. അപ്പൊ നമുക്ക് വലിയ രീതിയിലുള്ള മുറിവില്ല, മൈനർ ഇഞ്ചുറീസ് ഉള്ളൂ, എന്നാൽ അവർക്ക് മറ്റ് 2 കൂട്ടരെ പോലെയുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ആവശ്യമായിട്ട് വരുന്നില്ലല്ലോ. അത് നമ്മൾ കാറ്റഗറി 3 അല്ലേ പഠിച്ചത്. ഇവിടെയും അതുപോലെ തന്നെ തേർഡ് പ്രയോറിറ്റിയെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഗ്രീൻ ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാലും ഒരുമിച്ച് ശരിയാണ് കേട്ടോ, അതൊരു തെറ്റൊന്നുമില്ല കേട്ടോ. നാലാമത്തെ നമ്മൾ പറഞ്ഞില്ലേ കാറ്റഗറിയില് ഡൈയിങ് ഓർ ഇഞ്ചേർഡ് ഓർ വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ, അല്ലെ? അതിജീവനത്തിന് ഒരു സാധ്യതയും ഇല്ലാത്ത ആളുകള്. അപ്പൊ അവിടെ എന്താ? എനി ഡൈയിങ് ബ്ലാക്ക് ടാഗ് ലാസ്റ്റ് പ്രയോറിറ്റി ആണ് അവർക്ക് കൊടുക്കുക. അവർക്ക് ബ്ലാക്ക് ടാഗ് ആയിരിക്കും നൽകുന്നത്. ക്ലിയർ ആണോ? ടാഗിങ് ക്ലിയർ ആണോ?
അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇതിൽ നിന്ന് ചോദിക്കാം, അതുകൊണ്ട് തന്നെ മാറിപ്പോവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചിരിക്കണം കേട്ടോ. ആ ഒരു കളർ ടാഗും ഏതൊക്കെ പ്രയോറിറ്റി അനുസരിച്ചാണ് ഏത് ആൾക്കാർക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തതാണ് സ്റ്റാർട്ട്. ഇതും ചോദിക്കാനുള്ള ഒരു ഭാഗമാണ്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. സ്റ്റാർട്ടിന്റെ എക്സ്പാൻഡ് ഫോം ആണ് കേട്ടോ. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. സ്റ്റാർട്ടിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? എന്താണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കണോ? അല്ല, അല്ലെ? എളുപ്പത്തിൽ തന്നെ നമ്മൾ ട്രയേജുകൾ ചെയ്യുകയും എത്രയും വേഗം നമ്മൾ ചികിത്സ നൽകുകയും ചെയ്യുക എന്നതാണ് ഇവിടെ സ്റ്റാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് ദ മെത്തേഡ് ഓഫ് quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? The method of quickly recognizing, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? റെക്കഗ്നൈസ് ചെയ്യുക, മനസ്സിലാക്കുക. victims who have immediately life-threatening injuries, വളരെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, അതായത് ബെസ്റ്റ് ചാൻസ് ഓഫ് സർവൈവൽ, ഈ പറയുന്ന ട്രീറ്റ്മെന്റ് കൊടുത്താൽ എത്രയും വേഗം അവിടെ അതിജീവനം നടത്തും എന്ന് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ എത്രയും വേഗം തിരിച്ചറിയുകയും അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് സമയം നമ്മൾ അവിടെ ലാഗാക്കാണ്. ഈ ഒരു ട്രയേജ് പ്രോസസ് നടത്തണം, അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെ ഒരുപാട് സമയം ലാഗാക്കാതെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, അതായത് ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന്, പരിക്കുകളുള്ള പേഷ്യൻസിനെ കണ്ടെത്തുകയും ആൻഡ് ഹു ഹാവ് ദ ബെസ്റ്റ് ചാൻസ് ഓഫ് സർവൈവിങ്, അവർക്ക് നമ്മൾ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവർ എത്രയും വേഗം അവരെന്ത് ചെയ്യും? ആ ഒരു കണ്ടീഷനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള പേഷ്യൻസിനെ കണ്ടെത്തി അവർക്ക് ഉടനെ തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എത്രയും വേഗം കൊടുക്കുക. ആ ഒരു മെത്തേഡിനെയാണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതെ, ഫസ്റ്റ് റെസ്പോൺസ് ചെയ്യുന്നതൊക്കെ പോലെ തന്നെ അല്ലെ? ശരിയാണ്. നോക്കി, അതിന് ഓരോരോ പ്രോസസ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കി, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട് ഈസ് ടു സോർട്ട് ഔട്ട് വിക്ടിംസ് ഇൻടു ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി ബൈ ഗിവിംഗ് വെർബൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്, അതെന്താണെന്ന് നമുക്ക് നമ്മൾ ജസ്റ്റ് പറയുന്നത് മാത്രമല്ല, നമ്മളിവിടെ ഓൾറെഡി ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നോക്കി, ഇവിടെ സിമ്പിൾ ട്രയേജില് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റില് ആദ്യത്തെ സ്റ്റെപ്പാണ് sort out victims into ambulatory patients and non-ambulatory. അപ്പൊ ഇങ്ങനെയുള്ള ആംബുലേറ്ററി പേഷ്യൻസ് ആണ്, അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗിവിംഗ് വെർബൽ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള, അതായത് അത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനുള്ളവരാണോ അല്ലെങ്കിൽ അതിനനുസരിച്ച് സീരിയസ്നെസ് ഇല്ലേ എന്നൊക്കെ നമുക്ക് അവരോട് സംസാരിക്കുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അവർ പാലിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ചില ആളുകൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അൺകോൺഷ്യസ് ആവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ചിലപ്പോൾ അവർക്ക് പാലിക്കാൻ സാധിക്കാതെ വരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ വെർബൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവരത് പാലിക്കുന്നുണ്ടോ, ആ കമാൻഡ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി ഈ പേഷ്യൻസ് ആംബുലേറ്ററി ആണോ നോൺ ആംബുലേറ്ററി ആണോ എന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ റെസ്പിറേഷൻ റേറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. അതായത് പെർ മിനിറ്റിൽ 30 കുറവാണോ കൂടുതലാണോ എന്ന് പരിശോധിക്കും. അപ്പൊ 30 ഇതിൽ കൂടുതലാണെങ്കിൽ അവർക്ക് ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. അടുത്തത് പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിന്റെ പാസേജ്. റേഡിയൽ പൾസ് പ്രസന്റ്, അവർക്ക് പൾസ്, സാധാരണ നമ്മൾ പൾസ് ചെക്ക് ചെയ്യും, അവർക്ക് പൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ കാപ്പിലറി റീഫിൽ, അതായത് ബ്ലാൻച്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ് വൈറ്റ് ടു റെഡ് ഇൻ 2 seconds. അതായത് നമ്മുടെ നെയിലില്ലേ, നമ്മുടെ നെയിൽ ഇങ്ങനെ ഞെക്കി പിടിച്ച് നോക്കുന്ന സമയത്ത്, നെക്കി പിടിച്ച് ഇങ്ങനെ നമ്മുടെ നെയിലാണെങ്കിലും ഒന്ന് ഞെക്കി
പിടിച്ച് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും വരാം, അല്ലെ? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നെയിൽ ഇങ്ങനെ നെക്കി പിടിച്ച് കഴിഞ്ഞ് വിടുമ്പോ വൈറ്റ് കളർ അല്ലേ ഉണ്ടാവുക? ആ നെക്കി പിടിച്ച് വിടുന്ന ആ ഒരു സമയത്ത് ആണോ? ചെയ്തൊക്കെ നോക്കിയിട്ടില്ലേ? നമ്മുടെ നെയിലൊക്കെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു വൈറ്റ് കളർ അല്ലേ വരുന്നത്? അതിനുശേഷം ആ ഒരു വൈറ്റ് കളർ വന്നു, അതിനുശേഷം 2 സെക്കൻഡിനുള്ളിൽ അത് റെഡ് ആവുന്നുണ്ടോ എന്ന് നോക്കും. ആ നമ്മുടെ റെഡ് ആവാറില്ലേ? അപ്പൊ തന്നെ ഒരു 2 സെക്കൻഡ്സിനുള്ളിൽ തന്നെ റെഡ് ആവും, അല്ലെ? ഇനി എങ്ങനെയുള്ള പേഷ്യൻസിനായിരിക്കും ഇത് റെഡ് ആവാത്തത്? പ്രോപ്പർ ആയിട്ട് എന്തില്ല? ബ്ലഡ് ഫ്ലോ ഇല്ലാത്തവര്, അല്ലെ? ഇപ്പൊ ഒരുപാട് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വന്ന് ബ്ലഡ് നഷ്ടമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രോപ്പർ ആയിട്ട് ആ ഒരു ഏരിയകളിലേക്ക് ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ലെങ്കിലോ ഒക്കെ അത് റെഡ് ആവാനായിട്ട് സമയമെടുക്കും, അല്ലെ? കാരണം അവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു വയറ്റിൽ നിന്നും റെഡ് ആവുന്നത്. അപ്പൊ ആ ഒരു 2 സെക്കൻഡിനുള്ളിൽ ഇവർക്ക് ഇതുപോലെയുള്ള ആ ഒരു ബ്ലഡ് ടെസ്റ്റിനെ ഇത് ചെയ്തു നോക്കി അവർക്ക് ആ ഒരു 2 സെക്കൻഡിനുള്ളിൽ തന്നെ വയറ്റിൽ നിന്നും അത് റെഡ് ആയി മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഇതൊക്കെ ഒരു സ്റ്റെപ്പുകളാണ് കേട്ടോ. ദെൻ അടുത്തത് അവരുടെ മെന്റൽ സ്റ്റാറ്റസ്, അവർക്ക് മാനസികമായ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? വെദർ ഹി ഓർ ഷീ ക്യാൻ ഫോളോ ആണ് കേട്ടോ. അവിടെ ഫോളോ ആണ്, ഫ്ലോ അല്ല കേട്ടോ. ഫോളോ കമാൻഡ്സ് എന്നാണ് കേട്ടോ. നമ്മൾ പറയുന്ന ഓരോ കമാൻഡ്സും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്, അതിനുശേഷം ആ ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്ന സമയത്താണ്. അപ്പൊ ട്രീറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കമാൻഡുകൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയും ജസ്റ്റ് ആ ഒരു നമ്മുടെ ആ ഒരു അടുത്തൊരു പിക്ചർ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പിക്ചറിലെ കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു മാത്രമല്ല, പിന്നെ അതാണ് നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നോക്കുന്നത്. ഒരു പിക്ചർ കാണുമ്പോൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, സ്റ്റാർട്ടിന്റെ ഓപ്പൺ ദ എയർവേ. അപ്പൊ നമുക്കിപ്പോ ബ്രീതിങ് ഡിഫിക്കൽട്ടിയോ കാര്യങ്ങളോ ഉള്ള പേഷ്യൻസ് ആണ്, ബ്രീതിങ് ചെയ്യുന്നില്ല ഇങ്ങനെ ഇല്ലാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ എയർവേ ഓപ്പൺ ആക്കി കൊടുക്കുക. ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ലെഗ് ഫോർ ഷോക്ക്, അതുപോലെ തന്നെ കാലൊക്കെ മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് അവർക്ക് കാലിനടിയില് ഷോക്കുകളൊക്കെ കൊടുത്തു നോക്കുക. കാരണം അവർ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നോക്കി ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ആ ഒരു പിക്ചറാണ് കേട്ടോ. അതില് സ്റ്റാർട്ട് ട്രൈച്ച്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറെ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഓരോന്നും പറയുന്നത്. ഇപ്പൊ ഒരു ട്രയലേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ട്രയലേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഈസ് പേഷ്യന്റ് ബ്രീതിങ്, പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, അവർക്ക് ശ്വസനം നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം ഇപ്പൊ അവിടെ നമുക്ക് ആദ്യം ഇല്ല, ഇപ്പൊ നമുക്ക് നോക്കുമ്പോ അവർ ബ്രീത്ത് ചെയ്യുന്നില്ല എന്ന്, അവർക്ക് ശ്വസനം പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നാണ്, ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഉത്തരവെങ്കിൽ ഓപ്പൺ പേഷ്യൻസ് എയർവേ, ആദ്യം അവരുടെ പേഷ്യന്റ് എയർവേ ഓപ്പൺ ആക്കാനുള്ള പ്രൊസീജിയേഴ്സ് കൊടുക്കാം. ഈ പേഷ്യന്റ് ബ്രീതിങ്, എന്നിട്ട് അവര് ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ, അപ്പൊ എയർവേ ഓപ്പൺ ആക്കി കൊടുത്ത് പ്രൊസീജിയർ കഴിഞ്ഞിട്ടും അവര് ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നും ഇത് ചെക്ക് ചെയ്യണം. എന്നിട്ടും അവര് ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവര് മരണപ്പെട്ടു, അല്ലെ? ഡെഡ് ഓർ ഡൈയിങ്, അവര് മരണപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ഇനി അവർക്ക് ബ്രീത്തിങ് വന്നു, തിരിച്ചു വന്നു, നമ്മൾ ആ ഒരു എയർവേ ഓപ്പൺ ആക്കി കൊടുത്തപ്പോ ഓക്കെ ആയി, അവർക്ക് ബ്രീത്തിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കണം, അല്ലെ? അത്രയുമാണ് ആദ്യത്തെ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ പേഷ്യന്റിന്റെ ആദ്യം നമ്മൾ പേഷ്യന്റ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് അവർ ബ്രീത്തിങ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അവരുടെ ഓപ്പൺ എയർവേസ് ഓപ്പൺ ആക്കി നൽകാനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെയും നമ്മൾ ചെക്ക് ചെയ്യാണ് അവർ ബ്രീത്തിങ് ശരിയായോ ഇല്ലയോ. അപ്പോഴും ബ്രീത്തിങ് ചെയ്തില്ലെങ്കിൽ അവർ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ബ്രീത്തിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് പരിചരണങ്ങൾ കൊടുക്കുക. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വായിച്ച് തന്നെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. ഇനി അടുത്തത്, ഇപ്പൊ പേഷ്യന്റ് ബ്രീതിങ് ചെയ്യുന്നില്ലാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇനി ഈ പേഷ്യന്റ് ബ്രീതിങ്, അവർ ബ്രീതിങ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം എന്ന് വിചാരിക്കാം. അവർ ബ്രീതിങ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇമാജിൻ ചെയ്യാം കേട്ടോ. അവിടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നോക്കാം, പഠിക്കാൻ പറ്റാം. ബ്രീതിങ് ചെയ്യുന്നുണ്ട്, എത്താണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ അവരുടെ ബ്രീതിങ്ങിന്റെ സമയം ഒരു മിനിറ്റില് എത്രത്തോളം അവരുടെ ബ്രീതിങ്, അതായത് 30 ബ്രീതിങ്ങിന് കുറവാണോ 30-ൽ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യും. ഇനി 30 ബ്രീത്തിൽ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എങ്കിൽ നമ്മൾ അവിടെ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ 30 ബ്രീത്തിങ് കൂടുതലാണ്, പെർ മിനിറ്റില് 30 ബ്രീത്തിനേക്കാൾ കൂടുതലാണ് അവരെടുക്കുന്നതെങ്കിൽ അവർക്ക് ഒരു ഇമ്മീഡിയറ്റ് കെയർ ആവശ്യമായിട്ട് വരാം. ബ്രീത്തിങ് എടുക്കുന്നത് നമുക്ക് കണ്ടിട്ടില്ലേ? ചിലരിങ്ങനെ നമ്മൾ പറയും വായു വലിക്കുന്ന പോലെ
ചെയ്യുന്ന പറയും അല്ലെ. അങ്ങനെ 30 മിനിറ്റിൽ കൂടുതൽ അവർ ശ്വസിക്കാൻ അവർക്ക് ബ്രീതിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ട് അല്ലെ. എന്തെങ്കിലും തടസ്സങ്ങൾ അവർക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടായിരിക്കും അവർ ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നതും അത്രയധികം ആ ഒരു ബ്രീതിങ് റേഞ്ച് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ആ ഒരു പ്രോസസ്സിൽ. അപ്പൊ കാണിക്കുന്നുണ്ട് അതിന് 30 ബ്രീത്തിങ്ങിൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് പരിചരണം നൽകുക. ക്ലിയർ ആണോ? അവിടെ വരെ ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ. ഇനി 30 ബ്രീത്തിൽ കുറവാണെങ്കിൽ 30 ബ്രീത്തിൽ കുറവാണെങ്കിൽ അധികം അത്ര വലിയ പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പൾസ് പ്രസന്റ് ആണോ, പൾസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യും. റേഡിയൽ പൾസ് പ്രസന്റ്, അവരുടെ പൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് പൾസ് ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അവരുടെ ബ്രീതിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് നിയന്ത്രിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുക. ഇനി പൾസ് ഓക്കെയാണ്, പൾസ് ഉണ്ട് അവർക്ക് എന്നുണ്ടെങ്കിൽ അസസ്മെന്റൽ സ്റ്റാറ്റസ്, അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. ക്യാൻ പേഷ്യന്റ് ഫോളോ കമാൻഡ്സ്, അവർക്ക് നമ്മൾ പറയുന്ന കമാൻഡുകൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഇനി ആ കമാൻഡുകൾ ഇപ്പൊ നമ്മൾ പറയുന്ന കമാൻഡുകൾ ഫോളോ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എങ്കിൽ അതിന്റെ നോ ആണ് ആൻസർ എങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ഇനി അവർക്ക് ആ ഫോളോ പറയുന്ന നമ്മുടെ കമാൻഡുകൾ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ ഡിലേഡ് കെയർ, നമുക്ക് അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സാവകാശം അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ മതിയാവും. വേഗം ഒന്ന് വായിച്ചു നോക്കി ആ ഒരു ഫ്ലോ ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്താ സൗമ്യ ചോദിച്ചേ? അതൊന്നുകൂടി പറയാനാണോ പറഞ്ഞത് ലിസ്റ്റിനടുത്ത്? ഫസ്റ്റ് വൺ ഏതാന്നാണോ? ഫസ്റ്റ് വൺ ഗ്രേറ്റർ ദാൻ ആണ്, അതായത് കൂടുതൽ 30 ബ്രീത്തിൽ കൂടുതലാണെങ്കിൽ, 30 ബ്രീത്തിൽ കൂടുതലാണെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. 30 ബ്രീത്തിൽ കുറവാണെങ്കിൽ റേഡിയൽ പൾസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം അവർ റേഡിയൽ പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഇല്ല എങ്കിൽ അവർക്ക് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണം കൊടുക്കുക. ഇനി പൾസ് ഉണ്ട് എങ്കിൽ അവർ എന്ത് ചെയ്യുക? മെന്റൽ സ്റ്റാറ്റസ് വിലയിരുത്തുക. അവർ നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കമാൻഡുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ക്ലിയർ ആണോ? എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലാട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അവർക്ക് ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എളുപ്പത്തിൽ ഇത്രയും വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ മെത്തേഡാണ് സ്റ്റാർട്ട്. ഓക്കെ ആണോ? സ്റ്റാർട്ട് ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ആ ഒരു പേജ് വ്യക്തമായിട്ട് മിസ് പിന്നെയും പറയാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡാണ്. പല കോഡുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഓരോ കോഡും എന്തിനെ സൂചിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് കോഡ് റെഡ്. ഇവിടെയും നിങ്ങൾക്ക് റെഡ് കോഡ്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെയുള്ളത് ബ്ലൂ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബ്ലൂ ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പിങ്ക് പറയുന്നുണ്ട്, കോഡ് റെഡ് പറയുന്നുണ്ട്. അപ്പൊ ബ്ലഡിന്റെ വ്യത്യാസമായിട്ട്
അപ്പൊ അങ്ങനെ ഓരോന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോ കോഡ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കോഡ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ മാറിപ്പോവേ. അപ്പൊ അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ അത് എവിടെയെങ്കിലും ഒരു നോട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇങ്ങനെ വായിച്ചിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ, കാരണം ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ ബോക്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ ആവും. കൺഫ്യൂഷൻ ഒന്നും കാര്യം ഇത് വായിച്ച എളുപ്പത്തിൽ കിട്ടുന്നതാണ്. എന്നാൽ പോലും ഇനി അങ്ങനെ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കോഡ് റെഡ് ഇന്നതിനെ സൂചിപ്പിക്കുന്നു അങ്ങനെ പറയുമ്പോൾ കിട്ടുമല്ലോ. അതുപോലെ കോഡ് ബ്ലൂ ഇന്നതിനെ സൂചിപ്പിക്കുന്നു, കോഡ് പിങ്ക് ഇന്നതിനെ സൂചിപ്പിക്കുന്നു എന്നൊന്ന് എഴുതി ഒരുമിച്ച് എഴുതി വെച്ചിട്ട് പഠിക്കുന്നതാണെങ്കിലും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ അതില് കോഡ് റെഡ് എന്ന് പറഞ്ഞാല് ഫയർ, സ്മോക്ക് ഓർ ദ ഓർഡർ ഓഫ് സംതിങ് ബേണിംഗ്. അതായത് എന്തെങ്കിലും ഇപ്പൊ ഫയർ വന്ന് തീപിടുത്തമാകാം, അല്ലെങ്കിൽ സ്മോക്ക് പുക വരുന്നത് ആവാം, ഓർ ദ ഓർഡർ ഓഫ് സംതിങ് ബേണിംഗ് എന്തെങ്കിലും കരിയുന്ന അല്ലെങ്കിൽ കത്തുന്നതിന്റെ മണമാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനിഷ്യേറ്റ് കോഡ് റെഡ് ടീം അലർട്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സംഭവം നടന്നു. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഭയങ്കരമായിട്ട് പുക വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കത്തുന്നതിന്റെ ആ ഒരു സ്മെല്ല് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ഇനിഷ്യേറ്റ് കോഡ് റെഡ് ടീം അലർട്ട്. അതിനുവേണ്ടി ആസ് പെർ ഫയർ മാനുവൽ ഓരോരുത്തർക്കും ഓരോന്നിനും വേണ്ടിയിട്ട് ഓരോ മാനുവൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ആ മാനുവലിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കോഡ് റെഡ് ടീമിന് അലേർട്ട് കൊടുക്കാം. ഇൻഫോം 5000 ആ ഒരു നമ്പറിൽ വിളിച്ച് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. ഇങ്ങനെ ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പുക വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കത്തിയ മണം വരുന്നുണ്ട് എന്നുള്ളത് ആ ഒരു കോഡ് റെഡ് ടീമിനെ അലേർട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി അറിയിക്കുക. നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ ഫോളോ ദ റേസ് പ്രോട്ടോകോൾ. ആ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററെ അറിയിക്കുകയും അതുപോലെ തന്നെ ഫോളോ റേസ് പ്രോട്ടോകോൾ നമ്മൾ സ്റ്റാർട്ട് പഠിച്ചില്ലേ, അതുപോലെ ഇവിടെ ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോകോൾ ആണ് റേസ്. അതില് R എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ഓർ റിമൂവ് എവരിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. ആ ഒരു തീപിടുത്തം ഉണ്ടായെടുത്ത് നിന്നല്ലോ, അല്ലെങ്കിൽ ആ സ്മോക്ക് വന്ന് എടുത്തു നിന്നോ ആളുകളെ എല്ലാവരെയും ആ ഒരു ഇമ്മീഡിയറ്റ് അപകട ഡേഞ്ചറിൽ നിന്നും എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക, അല്ലെ, അവിടെ നിന്ന് മാറ്റുക. അതാണ് R കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കിയേ, ആക്ടിവേറ്റ് ഫയർ അലാം, ആക്ടിവേറ്റ് ചെയ്യുക, ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക. മൂന്നാമത്തത് C, കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ്. ആ ഒരു ഫയറിനെ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡോർസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്തിനു വേണ്ടിയാ, മറ്റുള്ള ഇടങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തതാണ് റേസിലെ പറഞ്ഞ് C കഴിഞ്ഞു, E ആണ്. Extinguish the fire if possible. എന്ത് ചെയ്യുക, ആ ഒരു തീകെടുത്താനായിട്ടുള്ള ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില് വെച്ചിരിക്കുന്നത്, കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഫയർ എക്സ്റ്റിങ്വിഷേഴ്സോ കാര്യങ്ങളോ ഉപയോഗിച്ച് മാക്സിമം എത്രയും വേഗം എന്താണ് ആ ഒരു തീക്കെടുത്താനായിട്ടുള്ള സാധ്യമാണെങ്കിൽ അത് ചെയ്യുക. നോട്ട് അലേർട്ട് അതേഴ്സ് ബൈ ഷൗട്ടിംഗ് കോഡ് റെഡ്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ അറിയിക്കണം അല്ലെ. ഇപ്പൊ അവിടെ ടെലിഫോൺ ഓപ്പറേറ്റർ അറിയിക്കുന്നുണ്ട്, അത് കൂടാതെ ഇതിനടുത്തേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒച്ചയിൽ പറയും എന്താണ്, കോഡ് റെഡ് എന്ന് ഷൗട്ട് ചെയ്ത ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോഡ് റെഡ് എന്ന് എന്ത് ചെയ്യുക, പറയുകയും മറ്റുള്ളവരെ ഇതിലൊരു ബോധവാന്മാരാക്കുകയും ചെയ്യും. മറ്റുള്ള കോഡ് റെഡ് എന്ന് പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓരോ കോഡും എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് അവർക്കറിയാൻ പറ്റും. അപ്പൊ ആ ഒരു കോഡ് റെഡ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അവിടെ ഒരു ഫയർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്മോക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള സ്റ്റാഫുകൾ കോഡ് റെഡ് എന്ന് ഷൗട്ട് ചെയ്ത് ഉറക്കി വിളിച്ച് പറയാണ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ആദ്യം എന്താണ്, ഒരു ഫയറോ സ്മോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേൺ ചെയ്യുന്നതിന്റെ ആ ഒരു സ്മെല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബേൺ ചെയ്യുന്നതിന്റെ ഒരു മണമോ കാര്യങ്ങളോ വന്നാല് നമ്മൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ട കോഡ് ഏതാണ്? ഏത് കോഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടേ? ഏത് കോഡാണ്? കോഡ് റെഡ് ആണ് അല്ലെ, കോഡ് റെഡ് ആണ്. ഇപ്പൊ കോഡ് റെഡ് ആവുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫയർ മാനുവൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പ്രൊസീജിയേഴ്സും ഇൻഫർമേഷൻസും ഒക്കെ കൊടുക്കുക. അതിനനുസരിച്ച് ടെലിഫോൺ ഓപ്പറേറ്റേഴ്സിന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരെ അറിയിക്കുക. അതുപോലെ റേസ് പ്രോട്ടോകോള് പാലിക്കുക. റേസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ അല്ലെങ്കിൽ റിമൂവ് എവരിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. അവിടെയുള്ള ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു ഇടത്ത് നിന്നും ആളുകളെ എല്ലാവരെയും മാറ്റുക. രണ്ടാമത്തത് ആക്ടിവേറ്റ് ഫയർ അലാറം.
ഫയർ അലാറം ആക്ടിവേറ്റ് ചെയ്യുക. മൂന്നാമത്തത് ആ ഒരു സ്മോക്കോ അല്ലെങ്കിൽ ആ ഫയറോ വരുന്ന ആ ഒരു ഏരിയയിലെ ഡോറുകൾ ക്ലോസ് ചെയ്ത് മറ്റുള്ള ഇടങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആവാതെ ശ്രമിക്കുക. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ ഇഫ് പോസിബിൾ. സാധ്യമാണെങ്കിൽ ആ ഫയർ കെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ കോഡ് റെഡ് എന്ന് ഷൗട്ട് ചെയ്ത് മറ്റുള്ള ആളുകളെ അലേർട്ട് ചെയ്യിപ്പിക്കുക. ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയാലോ. ഇൻ അതർ ഏരിയാസ് ഓർ ഏരിയ away from alarm location, close all doors and windows even if you are not located in the alarm area. അതുപോലെ ഇപ്പൊ അലാറം ഏരിയ അല്ലാത്ത ലൊക്കേഷൻ അതുമായി ബന്ധപ്പെട്ട മറ്റ് അതിന്റെ തൊട്ടടുത്തുള്ള ഏരിയാസോ കാര്യങ്ങളോ ആണെങ്കിൽ നമ്മൾ ആ ഒരു അലാറം അടിക്കുന്ന ആ ഒരു ഏരിയയിൽ ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു ഫയറുള്ള ഏരിയയിലല്ല നമ്മളത് മാറിയാണ് നിൽക്കുന്നതെങ്കിൽ അവിടേക്കൊന്നും ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഡോസ് കാരണം പുകയൊക്കെ വരുന്നത് കുറയ്ക്കാനും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവിടത്തേക്ക് ഡോറുകളും കാര്യങ്ങളൊക്കെ വിൻഡോസ് ഒക്കെ അടച്ചിടുക. ആൻഡ് വാച്ച് ഫോർ സൈൻസ് ഓഫ് ഫയർ ആൻഡ് സ്മോക്ക്. ഇനി ഈ എവിടേക്കൊക്കെയാണ് ഈ ഒരു ഫയർസ് സ്മോക്ക് ഒക്കെ സ്പ്രെഡ് ആവുന്നത് എന്ന് സൂക്ഷ്മപൂർവ്വം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഡു നോട്ട് യൂസ് എലിവേറ്റേഴ്സ്. പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനോ താഴേക്ക് പോകാനോ എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. Then report to the assigned work area and wait for instructions. നമുക്ക് തന്നിരിക്കുന്ന അനുവദിച്ചിട്ടുള്ള ഇടങ്ങൾ ആ ഒരു വർക്ക് ചെയ്യുന്ന ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യുകയും പ്രധാനപ്പെട്ട എന്ത് പ്രൊസീജിയർ ആണോ ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് അവിടുത്തെ ജീവനക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ മറ്റുള്ള ഏരിയാസ് അതായത് ആ ഒരു അലാറം ലൊക്കേഷനിൽ നിന്നും മറ്റുള്ള ഏരിയാസ് ഒക്കെ ക്ലോസ് ചെയ്ത് ഡോസും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ എവിടേക്കൊക്കെയാണ് ആ ഒരു ഫയർ സ്പ്രെഡ് ആവുന്നത്, ഇനി ഏതൊക്കെ ഏരിയയിലേക്കാണ് ആ ഒരു എന്താണ് സ്മോക്കും കാര്യങ്ങളും ഒക്കെ പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഇനി അവർ അസൈൻ ചെയ്തിട്ടുള്ള അവരുടെ വർക്ക് ഏരിയയിൽ വരികയും അവർ റിപ്പോർട്ട് ചെയ്യുകയും അതിനനുസരിച്ച് അവർക്ക് ഏതൊക്കെ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നത് എപ്പോഴാണോ ആ നിർദ്ദേശങ്ങൾ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് when using extinguisher to put out the fire, remember pass. ഇനി ഒരു എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവിടെ നമ്മൾ പാസ് എന്താണ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ് പാസ്. ഇപ്പൊ ഓരോന്നിനും നേരത്തെ നമ്മൾ ഏതാ പറഞ്ഞേ റേസ് ആയിരുന്നു അല്ലെ. അപ്പൊ അതെന്താണ് ഓരോന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രൊസീജിയർ ആണ് പാസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതിൽ പാസ് എന്ന് പറഞ്ഞാൽ പുൾ ദ പിൻ. പിന്നെന്നാണ് കേട്ടോ അവിടെ. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. പിന്നെന്നാണ് കേട്ടോ. നിങ്ങളുടെ ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം കേട്ടോ. ഇല്ല നിങ്ങളുടെ ചിലതിൽ ചെയ്തിട്ടുണ്ടാവില്ല. പുള്ളെന്നാണോ? പുൾ ദ പിൻ എന്നാണ്. പിൻ PIN കേട്ടോ. PIN ശരിയാണ്. ഓക്കെ. പുൾ ദ പിൻ. എയിം ദ നോസിൽ എന്നാണ് കേട്ടോ. അടുത്തത് എയിം ദ നോസിൽ. കറക്റ്റ് ചെയ്തേ. Aim the nozzle, squeeze the handle, sweep in a side to side motion. Nozzle ശരിയാണ്. ഓക്കെ അപ്പൊ നമുക്ക് പാസ് എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ എന്താ പറയുന്നത്? പുൾ ദ പിൻ. പിന്നിന്റെ ചെയ്യുക, അത് വലിക്കുക. എയിം ദ നോസിൽ. ആ നോസിൽ കറക്റ്റ് ആയിട്ട് എവിടേക്കാണോ ഫയറിന്റെ ആ ഒരു എക്സ്റ്റിംഗ്വിഷേഴ്സ് യൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് എയിം ചെയ്ത് വെക്കുക. സ്ക്യൂസ് ദ ഹാൻഡിൽ. എന്ത് ചെയ്യുക? ആ ഒരു ഹാൻഡിൽ നിൽക്കുക. സ്വീപ്പിംഗ് സൈഡ് ടു സൈഡ് മോഷൻ. എല്ലാ ഭാഗത്തേക്കും ഇതെത്തുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ചലിപ്പിക്കുക. അപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉപയോഗിച്ച് അവർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു പോയിന്റ് ആ ഒരു നോസിൽ കൃത്യമായിട്ട് അവർ പൊസിഷൻ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു എന്ത് ചെയ്യുന്നു? ഹാൻഡിൽ പ്രസ് ചെയ്യുന്നു. സ്വീപ്പ് ചെയ്യുന്ന നിൽക്കുന്നു. അതിനുശേഷം എവിടെയൊക്കെയാണോ ഫയർ വന്നിരിക്കുന്നത് ആ ഇടങ്ങളിലേക്ക് അത് മൂവ് ചെയ്ത് എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത് തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളില്ലേ കണ്ടിട്ടില്ലേ? ഒരു ചെറിയ രീതിയിലുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ആ റെഡ് കളറില് കണ്ടിട്ടില്ലേ? അത് മിക്ക ഹോസ്പിറ്റലിലും കാണാമല്ലോ. നമ്മള് കയറി വരുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിരിക്കുന്നത്. പമ്പിലുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ചെന്നാലും പമ്പ് മിക്ക സ്ഥലങ്ങളിലും കാണാൻ പറ്റും കേട്ടോ. കണ്ടിട്ടുണ്ട്. ഓക്കെ. അത് റെഡ് കളറിലുള്ള സംഭവം. അപ്പൊ അത് ആ ഒരു ഇതിനെയാണ് ആ ഒരു ടാങ്ക് പോലത്തെ സംഭവത്തെയാണ് നമ്മൾ ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത് കേട്ടോ. തീ അണയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഇതാണ്, ഒരു ഉപകരണമാണ്.
ഇപ്പൊ നോക്കി ആ ഒരു സൈഡ് ടു സൈഡ് മോഷൻ അത് എന്ത് ചെയ്യുക, മോഷണലി ചലിപ്പിക്കുക. അപ്പൊ ഈ ഒരു പാസ് ആണ് ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കോഡ് റെഡ് ഓക്കെ ആണോ? വേഗം ഒന്ന് നോക്കിയേ. കോഡ് റെഡ് വേഗം ഒന്ന് നോക്കിയേ. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് വരുന്നത് കോഡ് പിങ്ക് ആണ്. കോഡ് പിങ്ക് എന്തിനായിരിക്കാം? Pink is the activated when an infant or child is confirmed missing from the NICU, labor room, ward or from the pediatric floor. അപ്പോൾ നമുക്കറിയാം കുട്ടികളൊക്കെ മിസ്സായി പോവാറുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് കാണാതാവാറുണ്ട് അല്ലെ, പലരും ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും കുട്ടികള് കൺഫേം മിസ്സിംഗ് ഫ്രം NICUവിൽ നിന്നോ ലേബർ റൂമിൽ നിന്നോ വാർഡിൽ അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നൊക്കെ മിസ്സായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണ് കോഡ് പിങ്ക്. അപ്പൊ പിങ്ക് എന്ന് ആലോചിക്കുമ്പോൾ കുട്ടികൾ ആലോചിക്കാം കേട്ടോ. പിങ്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾ ആലോചിക്കാം, മിസ്സായിട്ട് കുട്ടികളെ മിസ്സായി പോകുന്നത് ആലോചിക്കാം. അപ്പൊ അങ്ങനെയാണ് കോഡ് പിങ്ക് ആണ് നമ്മൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ ഇൻഫന്റ് ഓർ ചൈൽഡ് മിസ്സിംഗ്, നോട്ടിഫൈ ദ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ്ലി. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാവാണ് ഒരു കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ഒരു NICUവിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്നോ അല്ലെങ്കിൽ പീഡിയാട്രിക്സ് ഫ്ലോറിൽ നിന്നോ ഒക്കെ മിസ്സായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഉടനെ തന്നെ സെക്യൂരിറ്റി സൂപ്പർവൈസറെ ആ വിവരം അറിയിക്കുക. ആൻഡ് സെക്യൂർ ദ ഇമ്മീഡിയറ്റ് ഏരിയ. അതായത് ഇപ്പൊ എവിടെ നിന്നാണോ ആ ഒരു മിസ്സിംഗ് കാണിക്കുന്നത് ആ ഒരു ഏരിയ ഉടനെ തന്നെ സെക്യൂർ ചെയ്യുക, സുരക്ഷിതമാക്കുക. ഇഫ് പോസിബിൾ allow no one to enter or exit until the arrival of security staff. ആ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ അവിടെ നിന്ന് ആ ഒരു സെക്യൂർ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയില്ലേ അവിടെ ആരും പുറത്തു നിന്ന് കയറാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോവാനോ അനുവദിക്കാതിരിക്കുക. കാരണം അവിടെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് അങ്ങനെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ തന്നെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ പുറത്തു നിന്ന് ആരെങ്കിലും അകത്തോട്ട് കയറാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോവാനോ അനുവദിക്കാതെ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയ എത്രയും വേഗം എന്തെങ്കിലും സാധ്യമാണെങ്കിൽ സെക്യൂർ ആയിട്ട് വെക്കുക. അതിന് സെക്യൂരിറ്റി സ്റ്റാഫുകൾ വന്ന് പരിശോധന നടത്തിയിട്ട് മാത്രമേ ആ ഒരു എന്താണ് ആ ഒരു ഏരിയയിൽ നിന്ന് ആൾക്കാരെ പുറത്തു വിടാനോ അല്ലെങ്കിൽ കയറ്റാനോ അനുവദിക്കാൻ പാടുള്ളൂ. ചെക്ക് സ്റ്റെയർവേസ്. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ അവർ സ്റ്റെയർവേസിലൂടെ ആവാം അല്ലെ, സ്റ്റെയറിലൂടെ ചിലപ്പോ പുറത്തേക്ക് താഴേക്ക് പോവാം. അതുപോലെ ലോഞ്ചസ് വെയിറ്റിംഗ്, അതുപോലെ എന്താണ് ലോഞ്ചസ് എന്ന് പറഞ്ഞാൽ വിശ്രമ മുറികള്, വെയിറ്റിംഗ് റൂമുകൾ. ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ റെസ്റ്റ് റൂമുകൾ, വിശ്രമ മുറികളിലൊക്കെ എവിടെയെങ്കിലും വെയിറ്റിംഗ് ഏരിയാസിലൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക. അടുത്തത് പറയുന്നത് ക്വസ്റ്റ്യൻ എനിവൺ ക്യാരിയിങ് എ ലാർജ് ഡഫൽ ബാഗ്. അതായത് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇപ്പൊ വലിയ രീതിയിലുള്ള നമ്മുടെ പാസഞ്ചർ ക്യാരിങ് ബാഗുകളില്ലേ, ട്രോളി പോലെയുള്ള വലിയ രീതിയിലുള്ള ബാഗുകളില്ലേ, അപ്പൊ അങ്ങനെ വലിയ രീതിയിലുള്ള ലാർജ് ബാഗുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരാരെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടേക്ക് ചോദ്യം ചെയ്യുക. കാരണം അങ്ങനെയുള്ളതിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് എളുപ്പമല്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരേക്ക് എന്ത് ചെയ്യുക, ചോദ്യം ചെയ്യുക. Then packages, വലിയ രീതിയിലുള്ള പാക്കേജുകളിലാക്കി എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ. I'm trying to conceal an object under their clothes. അതുപോലെ തുണിയുടെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കാം അല്ലെ. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരേക്ക് കാര്യമായ രീതിയിൽ ചോദ്യം ചെയ്യുക. In the event that someone is observed that fits into the above category. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ നമുക്കൊരു സംശയം തോന്നാണ്. ഇപ്പൊ ഈ പറഞ്ഞ കുട്ടിയെ മിസ്സായി പോകുന്നത് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ പറയുന്ന ആരെങ്കിലും ഒരാള് നമുക്കൊരു സംശയം, നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരാളെ സംശയം തോന്നുകയാണ്, ഇതുമായിട്ട് യോജിച്ച ഒരാളാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ഫോർ സെക്യൂരിറ്റി ഉടനെ തന്നെ നമ്മൾ സെക്യൂരിറ്റിയെ അറിയിക്കുക. ആൻഡ് ഡു നോട്ട് ലോസ് സൈറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. എന്ത് ചെയ്യുക, ആ വ്യക്തിയെ ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മൾ ആ വ്യക്തിയെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അല്ലെ. അവരിൽ നിന്ന് ഒരിക്കലും കണ്ണെടുക്കരുതെന്ന് പറഞ്ഞത്. അപ്പൊ ഇവരെ എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു അല്ലെ, അവരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പറയുന്നത് if the suspected person attempt to leave the building prior to the arrival of security officer. അപ്പൊ നമ്മൾ സെക്യൂരിറ്റി അറിയിച്ചിട്ടുണ്ട്. ഈ സെക്യൂരിറ്റി ഓഫീസർ എത്തുന്നതിന് മുൻപായിട്ട് അവരവിടെ നിന്ന് പോവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണെന്ന് വിചാരിക്കും.
ചിലപ്പോൾ ഓടിപ്പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ the building prior to the arrival of the security officers do attempt to stop the person in any way possible. നമുക്ക് സാധ്യമായ രീതിയിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുക, തടയുക. ഇങ്ങനെ ഓടിപ്പോവാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേഗം നടന്നു പോകുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നതാണ് സെക്യൂരിറ്റി ഓഫീസർ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സാധ്യമായ രീതിയിൽ അവരെ തടയാൻ ശ്രമിക്കുക. ഇഫ് ദ പേഴ്സൺ ഡസ് ഗെറ്റ് ഇൻടു എ വെഹിക്കിൾ, നമുക്കത് തടയാൻ സാധിച്ചില്ല, അവർ വേറൊരു വാഹനത്തിൽ കയറി പോവാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കാം. ഗെറ്റ് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വെഹിക്കിൾ, അവർ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു വാഹനത്തിൽ അവർ കയറി പോകുമ്പോൾ നമുക്ക് പിന്നാലെ ഓടാണ് ചെയ്യേണ്ടത്, ബുദ്ധിമുട്ടാണ് കാര്യം ചെയ്യേണ്ടത് അല്ലെ. എന്ത് ചെയ്യുക, ഏത് തരത്തിലുള്ള വാഹനത്തിലാണ് അവർ പോയിരിക്കുന്നത്, ആ വാഹനത്തിന്റെ വിശദീകരണം അല്ലെ, ഏത് തരത്തിലുള്ള വാഹനമാണ്, ഇപ്പൊ കാറാണോ ബസ്സാണോ എങ്ങനെയുള്ള വാഹനമാണോ അത്, അതുപോലെ തന്നെ വാഹനത്തിന്റെ നമ്പർ അല്ലെ, അതുപോലെ തന്നെ നോട്ടിഫൈ ദ സെക്യൂരിറ്റി, വാഹനവുമായി ബന്ധപ്പെട്ട് ഏത് നിറത്തിലുള്ള വാഹനമാണ്, എങ്ങനത്തെ വാഹനമാണ്, വാഹനത്തിന്റെ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഉടനെ തന്നെ സെക്യൂരിറ്റി അത് അറിയിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? കോഡ് പിങ്ക് വളരെ എളുപ്പത്തിൽ CCTV ചെക്ക്. ഇതിപ്പോ നമ്മളൊരു സ്റ്റാഫ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ഒരു സ്റ്റാഫ്, ഇപ്പൊ നമ്മളൊരു സ്റ്റാഫായിട്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വരില്ലേ, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് CCTV നമുക്ക് പിന്നെയല്ലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ. അപ്പൊ നമ്മുടെ കൺമുമ്പിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ CCTV ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇയാൾ പോവില്ലേ, അപ്പൊ അവിടെ ഉടനെ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിനുശേഷം ഈ പറയുന്ന പോലെ നമുക്ക് വാഹനത്തിന്റെ നമ്പറും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് CCTV കാര്യങ്ങളൊക്കെ വെച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടേക്കാ പോയി, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടാണ് പരിശോധിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? കോഡ് പിങ്ക്. കോഡ് പിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കുട്ടികളെ ആലോചിക്കുക, ഇൻഫന്റ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഒരു NICUവിൽ നിന്നോ ലേബർ റൂമിൽ നിന്നോ വാർഡ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നോ മിസ്സിംഗ് ആയി അല്ലെങ്കിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ഉടനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കോഡുകളാണ് നമ്മൾ പറഞ്ഞത്, കോഡ് റെഡും പറഞ്ഞു, കോഡ് പിങ്കും പറഞ്ഞു. ക്ലിയർ ആണോ? അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ കൂടുതൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാല് ഹസാർഡസ് മെറ്റീരിയൽ സ്പിൽ സച്ച് ആസ് കെമിക്കൽ സ്പിൽ. നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചില്ലായിരുന്നോ? സ്പില്ലേജ് വേസ്റ്റ് ചാപ്റ്റർ പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ അതുപോലെയുള്ള സ്പില്ലേജുമായി ചോർച്ച, സ്പില്ലേജ് വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന കെമിക്കൽസോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അവിടെ ചോർന്നതോ അല്ലെങ്കിൽ എന്താണ് ലീക്ക് ആവുന്നതാവാം, കെമിക്കൽസ് ആവാം, മെർക്കുറി ആവാം, ഗ്യാസ് ലീക്ക് ആവുന്നതാവാം, ഹസാർഡസ് ഡ്രഗ് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള മരുന്നുകൾ ലീക്ക് ആവുന്നതാണോ, അങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള ഏതൊരു മെറ്റീരിയലും ലീക്ക് ആവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് കോഡ് ഓറഞ്ച്. ഓരോ കോഡും എന്തിനെ സൂചിപ്പിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ കോഡ് ഓറഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയാ, സ്പില്ലേജുമായി ബന്ധപ്പെട്ട് അല്ലെ, സ്പില്ലേജ് വേസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ്. ഹസാർഡസ് ആണ് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പൊ കെമിക്കൽസ് ആവാം, ഗ്യാസ് ആവാം, മെർക്കുറി ആവാം, ഡ്രഗ്സ് ആവാം, അങ്ങനെ ഏതൊരു സ്പില്ലേജുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് കോഡ് ഓറഞ്ച്. Hazardous materials requires immediate attention to prevent contamination of the environment. ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റൻഷൻ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മൾ അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ആ ഒരു പരിസ്ഥിതിയെ കണ്ടാമിനേറ്റഡ് ആക്കുന്ന അല്ലെങ്കിൽ മലിനമാക്കുന്നതിനെ തടയാനായിട്ട് സാധിക്കും. Then, if the spill is in your work area, remove the vehicle or patients from the area immediately. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഇങ്ങനെ ഒരു ചോർച്ച അല്ലെങ്കിൽ ഒരു ലീക്കേജ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആ ഒരു ഏരിയയിൽ നിന്നും അവിടെയുള്ള ആളുകളെ അല്ലെങ്കിൽ ആ പേഷ്യൻസിനെ എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്നും മാറ്റണം അല്ലെ. ഇതിപ്പോ എന്തൊരു കേസ് വന്നാലും നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് അവരെ ഉടനെ മാറ്റുക എന്നുള്ളതാണ് അല്ലെ. ആ ഒരു സ്ഥലത്ത് നിന്ന് അവരെ ഉടനെ മാറ്റുക. Then call the operator to initiate the code orange. Code orange initiate ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കോഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേറ്ററെ വിളിക്കുകയും അറിയിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഇത്രയും വരെ ക്ലിയർ ആണോ?
ഓക്കെ ആണോ? ദെൻ അലേർട്ട് അതേഴ്സ് ഇൻ ദ ഏരിയ. മറ്റ് ആളുകളെ, നമ്മുടെ മറ്റ് സ്റ്റാഫുകളെയൊക്കെ അലേർട്ട് ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ആൻഡ് കൺഫേം ദ സ്പിൽ ഇഫ് പോസിബിൾ ടു ഡു ഇറ്റ് സേഫ്ലി. അതായത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അത് പ്രിവെന്റ് ആവാൻ, സ്പ്രെഡ് ആവുന്നത് ഒരു പരിമിതപ്പെടുത്തുക, അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുക. Cover of the area and post warning signs. അതായത് കർട്ടൺ ചെയ്യുക എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മൾ കൃത്യമായ നിയന്ത്രണങ്ങൾ നമ്മൾ വെക്കുക, അതിനനുസരിച്ച് പോസ്റ്റ് വാർണിംഗ് സൈൻ ബോർഡ്, അതായത് ഇന്നൊരു ഏരിയയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സ്പില്ലേജ് നടന്നിട്ടുണ്ട്, ആ ഒരു ഏരിയയിലേക്ക് മറ്റാരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈൻ ബോർഡുകൾ, വാർണിംഗ് സൈൻ ബോർഡുകൾ അതെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുക, വാർണിംഗ് ബോർഡുകൾ സ്ഥാപിക്കുകയും അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് മറ്റാരും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതിനനുസരിച്ച് നമ്മൾ അവിടെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനും പറ്റും. ഡു നോട്ട് അറ്റംപ്റ്റ് ടു ക്ലീൻ അപ്പ് എനി സ്പിൽ വിതൗട്ട് അപ്രോപ്രിയേറ്റ് PPE കിറ്റുകൾ, ഉചിതമായിട്ടുള്ള PPE കിറ്റ്, ഇതൊക്കെ നമ്മൾ സ്പില്ലേജ് വേസ്റ്റിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലെ? PPE കിറ്റുകളൊന്നും ഉചിതമായിട്ടുള്ളത് ഉപയോഗിക്കാതെ യാതൊരു കാരണവശാലും ആ ഒരു സ്പില്ലേജുകൾ അല്ലെങ്കിൽ ആ വേസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ ക്ലീൻ ചെയ്യാൻ ഉള്ള ഒരു അറ്റംപ്റ്റ് നടത്തരുത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉചിതമായിട്ടുള്ളത് ഉപയോഗിച്ച് മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. യൂസ് ആൻഡ് അപ്രോപ്രിയേറ്റ് സ്പിൽ കിറ്റ്. ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണോ നടന്നിരിക്കുന്നത് അതിനനുസരിച്ച് ഉചിതമായിട്ടുള്ള കിറ്റുകൾ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. ആഫ്റ്റർ ക്ലീനപ്പ് ഡിസ്പോസ് ഓഫ് ഓൾ ദ PPE ആൻഡ് സ്പിൽ മെറ്റീരിയൽ ആസ് ഹസാർഡസ് വേസ്റ്റ്. ഇനി എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അവർ ഉപയോഗിച്ചിട്ടുള്ള PPE കിറ്റുകളോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്പില്ലുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച ആ ഒരു കിറ്റിന്റെ മറ്റ് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഹസാർഡസ് വേസ്റ്റ് എന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് വിടുകയും വേണം. ഓക്കെ ആണോ? അത് അലേർട്ട് അതേഴ്സിന്റെ ഏരിയ, ആ ഒരു ഏരിയയിൽ മറ്റുള്ള ആളുകളെ അറിയിക്കുക. ആ ഒരു ഇത് കൃത്യമായിട്ട് നമുക്ക് സാധ്യമാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ഒരു കൺട്രോൾ ചെയ്ത് നിർത്തുകയും കൃത്യമായ രീതിയിൽ ഒരു വാർണിംഗ് സൈൻ ബോർഡുകൾ കൊടുക്കുക. ആ ഒരു PPE ഉചിതമായിട്ടുള്ള PPE ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അങ്ങനെ പ്രൊസീജിയർ ചെയ്ത് നമ്മൾ അവിടേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗിക്കുക. അതിനുശേഷം ഇത് അവിടേക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പില്ലേജ് കിറ്റുകളും അതുപോലെ ഈ ഉപയോഗിച്ച PPEയും കാര്യങ്ങളും എല്ലാം ഹസാർഡസ് വേസ്റ്റ് എന്ന നിലയിൽ എന്ത് ചെയ്യുക, അവിടെ ഡിസ്പോസലിന് വേണ്ടി വെക്കുക. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഈ ഒരു 3 എണ്ണവും കോഡ് ഓറഞ്ച്, കോഡ് പിങ്ക്, കോഡ് റെഡ്, ഇത് 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആവും. ഇന്നത്തെ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് കയ്യിൽ കരുതണം കേട്ടോ. താങ്ക് യു.